റോഷിപാൽ, കേന്ദ്രത്തിൽ കോൺഗ്രസിനെ അനുനിമിഷം പ്രതിരോധത്തിലാക്കുകയാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം. BJP ശക്തമായി ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആൻഡ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു. ഒരിക്കലും നമുക്ക് സമീകരിക്കാൻ പറ്റാത്ത സമവാക്യമാണ്. ഇന്നലെ ഖുഷ്ബു പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ഗാന്ധിയും ഒരുപോലെയാണെന്ന് പറഞ്ഞു വെച്ചത് ഖുഷ്ബുവാണ്. നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നിട്ടും ഇതുവരെ ഇനിയും പഠിച്ചിട്ടില്ലെന്നാണോ മനസ്സിലാക്കുന്നത്? ഇനി എങ്ങനെ കേന്ദ്രത്തിലെ പാർലമെന്റിൽ ഈ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ചിനു വേണ്ടി സംസാരിക്കും? എങ്ങനെയാണ് BJPയുടെ പ്രതിരോധങ്ങളെ അവർ തീർക്കുക? BJP ഇത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റില്ലേ കേന്ദ്രത്തിൽ? ഇതിനകം തന്നെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു ഈ വാർത്ത. കേന്ദ്രത്തിൽ എങ്ങനെയായിരിക്കും ഇത് കോൺഗ്രസിന് തിരിച്ചടിയാവാൻ പോകുന്നത്? പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ യുവജന സംഘടന ഇതാണ് അക്രമം കാണിക്കുന്നതെങ്കിൽ ഇവർ ഭരണപക്ഷത്താകുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് കേരളത്തിലെ ജനങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കില്ലേ റോഷിപാൽ? അരുൺകുമാർ, ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, സംസ്ഥാന അധ്യക്ഷൻ, ഒരു MLA, ആ MLA നടത്തിയ ദുഷ്പ്രവർത്തികൾ അത് പുറത്തു കൊണ്ടുവന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ, ഒരു വിഭാഗം പ്രവർത്തകരെ ഇങ്ങനെ പ്രകോപിതരാക്കിയത്. കാരണം ആ MLA നടത്തിയ ലൈംഗിക അതിക്രമം, ഒന്നിൽ കൂടുതൽ യുവതികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിന്റെ തെളിവുകൾ ഒന്നൊന്നായി പുറത്തെത്തിച്ചത് റിപ്പോർട്ടർ TVയാണത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദമാണ് തെളിവ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ടെലിഗ്രാം സന്ദേശങ്ങളാണ് തെളിവ്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പെൺകുട്ടികൾ തന്നെ തുറന്നു പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നതോടെ പിന്നീട് പാർട്ടി നടപടിയെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തങ്ങൾക്കിനി വേണ്ടതില്ല, അങ്ങനെ ഒരു നേതാവിന് വേണ്ടതില്ലെന്ന് പറഞ്ഞ് തള്ളി സസ്പെൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഒരു വിഭാഗം പ്രവർത്തകരെ പ്രകോപിതരാക്കിക്കൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടറിനെതിരെ തിരിച്ചുവിടുന്ന കാഴ്ചയാണ് അത്. തുടക്കം തൃശൂരിൽ, നേരത്തെ തിരുവനന്തപുരത്തുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് തന്നെ അതിന്റെ സൂചനകൾ, ആ ഗൂഢാലോചനയുടെ സൂചനകൾ നൽകിയിരുന്നു. അത് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചകളിലൂടെ ഒരു തെളിവാണത്. കൃത്യമായ ഗൂഢാലോചന യൂത്ത് കോൺഗ്രസിൽ രാഹുൽ പക്ഷത്തിന്റെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അത് കാരണം 2 ദിവസം മുമ്പ് അതിന്റെ തെളിവായ ഓഡിയോ നമ്മൾ പുറത്തുവിട്ടതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സ്ത്രീപക്ഷ നിലപാടെടുത്ത, സ്ത്രീവിരുദ്ധ നിലപാടിനെതിരെ ശബ്ദിച്ച റിപ്പോർട്ടറിനെ ആക്രമിക്കുന്നത്. ഏതായാലും ദേശീയ തലത്തിൽ ഇതിന് സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടി